NHM എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് സമരം നടത്തി. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ജീവനക്കാർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വിതരണം ചെയ്യുക, ശമ്പള വർധന കുടിശ്ശിക അടിയന്തിരമായി വിതരണം ചെയ്യുക, എല്ലാ ജീവനക്കാരെയും EPF-ൽ ഉൾപ്പെടുത്തുക, പ്രസവാവധി സാങ്കേതികത്വ നീക്കി അടിയന്തിരമായി പരിഹരിക്കുക. ശമ്പള പ്രതിസന്ധിയിലും സ്റ്റേറ്റ് മിഷൻ ഓഫീസിന്റെ വാഗ്ദാന ലംഘനങ്ങളിലും പ്രതിഷേധിച്ചാണ് ദേശീയ ആരോഗ്യ ദൗത്യം എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കി DPM ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തിയത്. എല്ലാ ജില്ലകളിലെയും DPM ഓഫീസുകൾക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ അണിചേർന്ന് കേരളത്തിലെ 13,000-ഓളം വരുന്ന NHM ജീവനക്കാർ സമരത്തിൽ പങ്കാളികളായി. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ജീവനക്കാർ കാഞ്ഞങ്ങാട് നഗരത്തിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ആവാവുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു. പണ്ട് നായനാർ കേരളം ഭരിക്കുമ്പോൾ നായനാർ പറയും സമരം ഭരണേ മാറിയിട്ടുള്ളൂ, ഭരണകൂടത്തിന് മാറ്റം വന്നിട്ടില്ല. ഭരണം മാറിയത് കൊണ്ട് മാത്രം കാര്യമില്ല. MLA-മാരുടെ എണ്ണം കൂടി, മന്ത്രിമാർ ജനങ്ങളുമായിട്ട് ജനകീയ ബന്ധമുള്ളവരായി മാറി, അഴിമതി ഇല്ലാത്തവരായി മാറി, നാടിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ ഉള്ളവരായി മാറുമ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ ഭരണകൂടത്തിന് മാറ്റം വരണം. ആ ഭരണകൂടത്തിലുള്ള ചില ആളുകളുടെ ചെയ്തികളാണ് അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചത്. ആ ചെയ്തികൾക്ക് മാറ്റം വരണം, കേരളം പ്രത്യേകിച്ച്. കാരണം കേരളത്തിലെ ആരോഗ്യ മേഖല അനുദിനം കഴിയുന്ന ഓരോ ദിവസം കഴിയുന്തോറും പുരോഗതിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ദേശീയ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആരോഗ്യ രംഗത്ത് ഏറ്റവും മികവുറ്റ സംസ്ഥാനമായി മാറിയത് ഈ കേരളമാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ചടങ്ങിൽ NHM യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷനായി. ഡോക്ടർ GK സീമ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഷിജി ശേഖർ സ്വാഗതവും അനീഷ് നന്ദിയും പറഞ്ഞു. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായി നൽകുക, ശമ്പള വർധനവിലെ കുടിശ്ശിക അടിയന്തരമായി നൽകുക, പ്രസവാവധിയിലെ സാങ്കേതികത്വം നീക്കാൻ അടിയന്തരമായി ഇടപെടുക, എല്ലാ ജീവനക്കാരെയും EPF-ൽ ഉൾപ്പെടുത്തുക, NHM ഗവേണിംഗ് ബോഡിയിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ജീവനക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NHM ജീവനക്കാർ CITU നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ബുധനാഴ്ച പണിമുടക്ക് സമരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.